ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്ന് കൂൺ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കൂൺ കൃഷിയുണ്ട്. ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ കൂണാണ്. അപ്പോൾ അതിൽ നിന്നാണ് കുറച്ച് കൂണെടുത്ത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൂൺ നന്നായിട്ട് കഴുകണം. നന്നായിട്ട് കഴുകിയിട്ടേ ഉപയോഗിക്കാവൂ. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ കൂണാണ് എടുത്തേക്കുന്നത്. കൂണെല്ലാം വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് ഇനി നമുക്കിത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. സവാള വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 3 കാന്താരി മുളക്, വെള്ള കാന്താരിയാണ്, നല്ല എരിവുള്ളതുകൊണ്ടാണ് 3 എടുത്തേക്കുന്നത്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന കൂണും സവാളയും കാന്താരി മുളകും എല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് കുറഞ്ഞു പോയി, അപ്പോൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാമേ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണ നമുക്ക് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടുമ്പോൾ നമുക്ക് ബാക്കി എന്താണ് ചെയ്യാനുള്ളതെന്ന് കാണിക്കാം. അപ്പോൾ കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കൂണ് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. നല്ല പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ എണ്ണയിൽ നമ്മളതൊന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കണം. കൂണിന് നല്ല വേവുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിലൊന്ന് വഴട്ടിയെടുക്കണം. എന്നതിന് ശേഷം കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കാന്താരി മുളകും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മൂന്നും കൂടെ കൂണും സവാളയും കാന്താരി മുളകും കൂടെ വഴറ്റി കൊടുക്കണം. നന്നായിട്ട് വഴണ്ട് വരുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂണും സവാളയും മുളകും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനേ ആവാവൂ, ഇല്ലെങ്കിൽ ഒത്തിരി ആയിപ്പോയാൽ അത് പെട്ടെന്ന് കൂണിനെ പിടിക്കും. എന്നിട്ട് നമുക്കതിനൊരു അടപ്പെടുത്ത് അടച്ച് വേവിക്കാം. നല്ല വേവുള്ളതാണ് കൂണ്. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന പോലത്തെ കൂണല്ല. അപ്പോൾ നല്ല വേവുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഉണ്ട്. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല വഴണ്ട് വന്നതിന് ശേഷം, നല്ല വെന്തതിന് ശേഷമേ നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേ ഇതങ്ങനെയല്ല, ഒത്തിരി വേവുള്ളതാണ്. അപ്പോൾ അതായത് നല്ല വെന്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഈ കൂണ് മാത്രം മതി എനിക്കും എൻ്റെ മോക്കും ചോറ് കഴിക്കാം ഉച്ചയ്ക്ക്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പിന്നെ എണ്ണ കുറച്ചേ ഉപയോഗിക്കുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നല്ല വെന്തിട്ടുണ്ട്, നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കണം. കാരണം കൂണെന്ന് പറയുന്നത് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഒരുപാട് പോഷകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വിപണിയിൽ എല്ലായിടത്തും സുലഭമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതൊന്ന് ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് കൂൺ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഈ കൂൺ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ കൂണിൽ ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാം നല്ല ഗുണങ്ങളുള്ള ഇതാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.